Hi all. Here comes another topic that is security mechanisms. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ട്രാ ഡേറ്റനകത്ത് വരുന്ന പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റി മെക്കാനിസംസ് ആണ് നമ്മൾ പറയുന്നത്. So security mechanisms are mainly used to design or mainly designed to detect, prevent or recover from a security attack. ഒരു സെക്യൂരിറ്റി അറ്റാക്കിൽ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം, അതെങ്ങനെ വരുന്നതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാം, വൺസ് അത് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ സെക്യൂരിറ്റി മെക്കാനിസത്തിനകത്ത് പറയുന്നത്. So we have two different types of mechanisms, that is specific security mechanisms and next one is pervasive security mechanisms. Specific security mechanisms എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടോകോൾ ലെയേഴ്സിനകത്ത് മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള മെക്കാനിസംസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. But pervasive is general. We can use to any kind of protocol layers. So here ഇതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ specific security mechanisms and pervasive security mechanisms. So under specific security mechanisms, we have some different kinds of mechanisms. Let's discuss one by one. First one is encipherment. Encipherment means we are using some kind of a mathematical algorithms in order to transform our data into a scrambled format or into a encrypted format. ഓക്കെ, അപ്പം നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാത്തമാറ്റിക്കൽ അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്രിപ്റ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് ആണ്. ഫുൾ മാത്സിൻ്റെ ഒരു കളി വെച്ചിട്ടാണ് നമ്മൾ മാത്സിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരുപാട് തരത്തിലുള്ള മാത്തമാറ്റിക്കൽ അപ്രോച്ചസ് യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ക്രിപ്റ്റോഗ്രാഫി വർക്ക് ചെയ്യുന്നത് കേട്ടോ. സോ അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്, വി ആർ യൂസിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മാത്തമാറ്റിക്കൽ അൽഗോരിതംസ് ഇൻ ഓർഡർ ടു ട്രാൻസ്ഫോം എ ഡേറ്റ into its encrypted format. ഓക്കെ, or cipher text. അപ്പം അത്തരത്തിലുള്ളൊരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് we have to make use of, we first designed algorithm, but after designing an algorithm we have to select some kind of a secret key അല്ലെങ്കിൽ സീക്രട്ട് ഇൻഫർമേഷൻ നമ്മൾ എടുക്കണം. ഈ സീക്രട്ട് കീയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ റിസീവർ സൈഡിൽ അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സീക്രട്ട് കീ. സോ ദ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സബ്സിക്വൻറ്റ് റിക്കവറി ഓഫ് ദ ഡേറ്റ ഡിപ്പെൻഡ് ഓൺ an algorithm and 0 or more encryption keys. സംടൈംസ് നമ്മൾ അവിടെ എൻക്രിപ്ഷൻ കീ ഒന്നും യൂസ് ചെയ്യത്തില്ല, ബട്ട് വി ആർ യൂസിങ് ഇൻ സം അതർ സിറ്റുവേഷൻസ് വി ആർ യൂസിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എൻക്രിപ്ഷൻ കീസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അങ്ങോട്ടേക്ക് പഠിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് സിമെട്രിക്കും അസിമെട്രിക്കും ആയിട്ടുള്ള എൻക്രിപ്ഷൻ കീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻസൈഫർമെൻറ്റിനകത്ത് പറയുന്നത്. അപ്പോൾ എൻസൈഫർമെൻറ്റിനകത്ത് പറയുന്നത് we have to use some kind of a mathematical algorithms in order to convert our data into an encrypted form. So once we design that such kind of an algorithm, we have to select secret key. The next thing is we have to select a secret key. അപ്പോൾ ഇതാണ് ഇതിനുള്ളിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എ ഡിജിറ്റൽ സിഗ്നേച്ചർ. ആസ് യു ഓൾറെഡി നോ, വി ആർ ആക്ച്വലി അപ്പെൻഡിങ് ഡേറ്റ ഇൻ ടു എ ഡേറ്റ യൂണിറ്റ്. നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഡേറ്റ യൂണിറ്റിനകത്തേക്ക് നമ്മളൊരു തരത്തിലുള്ള ഡേറ്റ അപ്പൻഡ് ചെയ്യുന്നു ഇൻ ഓർഡർ ടു സ്പെസിഫൈ ഓർ ഇൻ ഓർഡർ ടു ഗീവ് ദ ഐഡൻറ്റിറ്റി ദാറ്റ് ഇറ്റ് വാസ് മീ, ഇറ്റ് ഈസ് മീ ദാറ്റ് ഇസ് സെൻഡിങ് ദി മെസ്സേജ് എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് ദ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ്. സോ ദാറ്റ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു alter or in order to or gain the information which contains a digital signature by the intruder. It's difficult actually. So data appended to or a cryptographic transformation of a data unit, ഏതെങ്കിലും തരത്തിലുള്ള ഡേറ്റ യൂണിറ്റിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോഗ്രാഫിക്, അതായത് എൻക്രിപ്റ്റ് ചെയ്ത ഒരു മെസ്സേജിനകത്ത് നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചറും കൂടി ഉള്ള ഒരു ഡേറ്റയും കൂടി അപ്പൻഡ് ചെയ്യുന്നു. ദാറ്റ് അലൗസ് എ റെസിപ്പിയൻറ്റ് ഓഫ് ദ ഡേറ്റ യൂണിറ്റ് ടു പ്രൂവ് ദാറ്റ് ദ സോഴ്സ് ആൻഡ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ഡേറ്റ യൂണിറ്റ്, അതായത് എവിടെ നിന്നാണ് ആ പെർട്ടിക്കുലർ ഡേറ്റ യൂണിറ്റ് വന്നത് ആ ഒരു സോഴ്സിൻ്റെ ജെനുവിനിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് അഗൈൻസ്റ്റ് ദി ഫോർജറി. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ദ ആക്സസ് കൺട്രോൾ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്
ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എ വെറൈറ്റി ഓഫ് മെക്കാനിസംസ് ദാറ്റ് എൻഫോഴ്സ് ആക്സസ് റൈറ്റ്സ് ടു ഡിഫറെൻറ്റ് റിസോഴ്സസ് ദാറ്റ് ആർ അവൈലബിൾ ഇൻ ദ നെറ്റ്വർക്ക്. നെറ്റ്വർക്കിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിന് ആക്സസ് കൺട്രോൾ കൊടുക്കുക. അത്രയേ ഉള്ളൂ ആക്സസ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് കംസ് ടു ഡേറ്റ ഇൻറ്റഗ്രിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് the message that we are sending or the stream of data or the data that we are sending is actually getting in or actually received by the receiver without any modification. അതാണ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഓതൻറ്റിക്കേഷൻ എക്സ്ചേഞ്ച്. എന്താണ് ഈ ഓതൻറ്റിക്കേഷൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു സെൻറ്ററിൽ നിന്നും ഒരു റിസീവറിനകത്തേക്ക് ഒരു ഡേറ്റ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഇൻഫർമേഷനും കൂടി വെച്ച് പറഞ്ഞേക്കും. അതായത് ഫോർ എക്സാമ്പിൾ ദാറ്റ് ഇൻഫർമേഷൻ ഷുഡ് ബി നോൺ ബൈ ദി റിസീവർ ആൻഡ് ദി സെൻഡർ. സംടൈംസ് ഇറ്റ് മേ ബി സം കൈൻഡ് ഓഫ് എ കോഡ് മെക്കാനിസംസ്. എന്തെങ്കിലും തരത്തിലുള്ള കോഡുകളായിരിക്കും. ആ കോഡ് വെച്ചിട്ട് നമ്മൾ കോഡ് അങ്ങോട്ടേക്ക് ചോദിക്കുമ്പോൾ റിസീവർ ആ കോഡിന് ഉത്തരം പറയുന്നു. ഈ രണ്ട് പേർക്കും ഈ പറയുന്ന കോഡ് അറിയാമായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് നടക്കുന്നു. എന്താണ്? ഒരു ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് ദി റിസീവർ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ട്രാഫിക് പാഡിങ്. അപ്പോൾ ട്രാഫിക് എന്ന് പറയുന്ന വേർഡ് വരുമ്പം തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മൈൻഡിൽ വരണം. ഞാൻ പറഞ്ഞു, think that that means the intruder are trying to gain the information or gain the content of the information by analyzing the traffic. That means from the length and the frequency of the messages that we are sending in between the sender and the receiver, intruder are trying to gain the or trying to trying to attack or trying to recover the original message from the encrypted format. അപ്പം അത്തരത്തിലുള്ള മെസ്സേജസിന്, അത്തരത്തിലുള്ള ഒരു ട്രാഫിക് അനാലിസിസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് we have to use some kind of, or we have to insert some kind of a bits in between this streams of data. ഈ പറയുന്ന ഓർ ഡേറ്റ യൂണിറ്റ്സ് ഇൻ ബിറ്റ്വീൻ ഈ ഡേറ്റ യൂണിറ്റ്സിൻ്റെ ഉള്ളിൽ സപ്പോസ് നമുക്ക് ബ്ലോക്സ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറച്ച് ഡേറ്റ ബിറ്റ്സസ് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ ബിറ്റും കൂടി ആഡ് ചെയ്ത് അയക്കും. സോ ദാറ്റ് ഇറ്റ് ഈസ് ബിറ്റ് ഡിഫിക്കൽട്ട് ഫോർ the intruder to break the code or break the encryption break ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് നമ്മൾ ട്രാഫിക് പാഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So insertion of bits into gaps in a data stream to frustrate the traffic analysis attempts. ഒരുപാട് ഒരു ടൈമിൽ ഇങ്ങനെ അയാൾ അറ്റാക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ നോക്കുമ്പോഴും ഹി വിൽ ആക്ച്വലി ഫെയിൽ. അപ്പം എന്ത് ചെയ്യും? ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പം ഈ പറയുന്ന അതെന്ത് ചെയ്യുന്നു? ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ആ പുള്ളിക്കാരൻ ബാക്ക് ഔട്ട് ചെയ്യുന്നു. ഇതാണ് ആ ട്രാഫിക് പാഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് റൂട്ടിംഗ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് സെക്യൂർ ആയിട്ടുള്ള ഡേറ്റ സെക്യൂർ ആയിട്ടുള്ള റൗട്ടറിൽ നിന്നാണോ വന്നത്, അതല്ല തേർഡ് പാർട്ടി ഇൻജെക്റ്റ് ചെയ്ത ഏതെങ്കിലും റൂട്ട് വഴിയാണോ വന്നത് എന്നുള്ള ഒരു കൺട്രോൾ അവിടെ കൊടുക്കുന്നത്. അതിന് റൗട്ടിംഗ് കൺട്രോൾ enables selection of particular physically secure routes for certain data and allows routing changes especially when a breach of security is suspected. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി ബ്രീച്ച് നമ്മൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ we have to give some other route in order to reach into the ഡെസ്റ്റിനേഷനകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ വേറൊരു റൗട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രൂഡർ ഇൻജെക്റ്റ് ചെയ്തൊരു റൗട്ടർ ആണെങ്കിൽ ആ റൗട്ടറിനകത്തേക്ക് നമ്മൾ പോകുന്നതിന് മുന്നായിട്ടൊന്ന് നോക്കും. അപ്പോഴും നമുക്ക് സെക്യൂരിറ്റി ബ്രീച്ച് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ വി ഹാവ് ടു ചേഞ്ച് ദി റൗട്ടിംഗ് മീൻസ് കംപ്ലീറ്റ് റൗട്ടിംഗ് നമ്മൾക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. അതാണ് റൗട്ടിംഗ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദി നോട്ടറൈസേഷൻ. That means notarization means we are allowing all the third parties are actually not the intruders or opponent. Definitely there will be, in some organization there will be trusted third party. So we have to give access permission to those trusted third party also. അതിനെയാണ് നമ്മൾ നോട്ടറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And the second type is a pervasive security mechanisms. That means this pervasive security mechanism is general for all kind of the protocol layer.
Okay, mechanisms that are not specific to any particular OSI security service or protocol layer മാത്രമുള്ളതല്ല. This mechanism is for all kind of protocol layers. So under that, here comes the trusted functionality. That means perceived to be correct with respect to some criteria. So for example, for different kinds of organization have their own policies, security policies. അപ്പോൾ ആ സെക്യൂരിറ്റി പോളിസീസിനെ എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷനാലിറ്റി ആയിരിക്കും ഓരോ ഓർഗനൈസേഷനിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഫങ്ഷനാലിറ്റി അതായത് അത്തരത്തിലുള്ള സെക്യൂരിറ്റി പോളിസീസ് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ, വരുന്ന ആളും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. ദാറ്റ് ഈസ് ട്രസ്റ്റഡ് ഫങ്ഷനാലിറ്റി. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് എ സെക്യൂരിറ്റി ലേബൽ. From the label itself, you have to think that there should be some kind of a name in order to identify. ഒരു നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൊരു പേര്, മാർക്കിംഗ് ബൗണ്ട് ടു റിസോഴ്സസ്, ഏതെങ്കിലും ഒരു റിസോഴ്സസ് മാർക്ക് ചെയ്യുന്നു, ഒരു പേര് കൊടുക്കുന്നു, വിച്ച് മേ ബി എ ഡേറ്റ യൂണിറ്റ് ദാറ്റ് നെയിംസ് ഓർ ഡെസിഗ്നേറ്റ് ദ സെക്യൂരിറ്റി ആട്രിബ്യൂട്ട്സ് ഓഫ് ദാറ്റ് റിസോഴ്സ്. ആ റിസോഴ്സസിൻ്റെ സെക്യൂരിറ്റി ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ആ ലേബൽ ഉണ്ടെങ്കിൽ ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് ഒരു മെയിൽ ഐ ഡി ഉണ്ട് എൻ്റെ ഓർഗനൈസേഷന്, .get എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പം അതിനകത്ത് വേറെ അതായത് ഇൻട്രൂഡേഴ്സ് വന്നിട്ട് അവിടെ ഇപ്പം ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡിയിൽ കൂടി .get എന്നാണ് എൻ്റെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ അതായത് മെയിൽ ഐ ഡി എന്ന് വിചാരിക്കുക. അതിനകത്ത് ബാക്കിയുള്ളത് കുറേ ഉണ്ട്, അതിനകത്തൊരു .get ഉണ്ട്. ബട്ട് ഇൻട്രൂഡേഴ്സ് അതിനെ ഈ ഒരു രീതിയിൽ എഴുതാം, അപ്പോൾ ഇത് പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ ഓക്കെ ഇത് ട്രസ്റ്റഡ് ആണെന്ന് തോന്നും, ബട്ട് ഈ ഒരു നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്നതാണ് കാരണം. അപ്പം ഇത്തരത്തിലുള്ള ഒരു ലേബൽ, സെക്യൂരിറ്റി ലേബൽ ഓരോന്നിലും കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ. ഇനി ഇവൻറ്റ് ഡിറ്റക്ഷൻ ഓഫ് സെക്യൂരിറ്റി റെലവൻറ്റ് ഇവൻറ്റ്സ്, അതായത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ഇവൻറ്റ്സുകളൊക്കെ ഈ പറയുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള മീൻസ് അതോറിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ പേഴ്സൺ ആണെങ്കിൽ ദേ വിൽ ഫോളോ ദാറ്റ് പർട്ടിക്കുലർ ഇവൻറ്റ്സ് ഓൾസോ. നെക്സ്റ്റ്, സെക്യൂരിറ്റി ഓഡിറ്റ് ട്രെയിൽസ്. സെക്യൂരിറ്റി എന്താണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറേ റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും. ഈ റെക്കോർഡ്സുകളെല്ലാം എടുത്തു വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഡേറ്റ കളക്ടർ, വി ആർ കളക്ടിങ് ലോട്ട്സ് ഓഫ് ഡേറ്റ ആൻഡ് വി ആർ securing or we are checking all the records, data collected നമ്മൾ നോക്കുന്നു. അപ്പോൾ ഡേറ്റ കളക്റ്റഡ് ആൻഡ് പൊട്ടൻഷ്യലി യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് സെക്യൂരിറ്റി ഓഡിറ്റ്, which is an independent review and examination of the system records and the activities. So whole activities will be recorded, and for the audit purpose we will take it and we will check out what are the data collected so far. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളത് അവിടെ നോക്കുന്നത്. നെക്സ്റ്റ് കംസ് ദി സെക്യൂരിറ്റി റിക്കവറി. സെക്യൂരിറ്റി റിക്കവറി എന്ന് പറയുമ്പോൾ ഇവിടെ സെക്യൂരിറ്റി മെക്കാനിസത്തിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. കാരണം എന്താണ്, ഈ സെക്യൂരിറ്റീസ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ബട്ട് അത് ലോസ് ആയിക്കഴിഞ്ഞാൽ സംഹൗ വി ഹാവ് ടു റിക്കവർ ഇറ്റ്. ഇവിടെ സെക്യൂരിറ്റി റിക്കവറിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഡീൽസ് വിത്ത് റിക്വസ്റ്റ് ഫ്രം മെക്കാനിസം സച്ച് ആസ് ഇവൻറ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. ഇഫ് സം കൈൻഡ് ഓഫ് breach happens, security breach happens in the case of event handling or in the case of some functionality checking, അപ്പോൾ അവിടെ we have to recover the information ഇല്ലേ. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ബ്രീച്ച് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ we have to recover that actions. So these are the 5 different subcategories which are coming under pervasive security mechanisms. So overall, we have 2 different kinds of security mechanism. One is specific security mechanism and the second one is the pervasive security mechanism. Under specific security mechanisms, we are applying some kind of a security mechanisms to some kind of or specific protocol layer. So under security specific security, there comes the encipherment, digital signature, access control, data integrity, authentication exchange and traffic padding. And the last one is the routing control. Routing control, and the last one is the notarization. So total 8 subcategories are coming under specific security mechanisms, and the second kind is pervasive security mechanism. There comes 5 subcategories. Okay, so this is all about our security mechanisms, and the next content is
Next, very important one, that is one of the university question, that is network security model. Okay, so whatever the security mechanisms or whatever the security services we are providing, we are actually following this model. ഈ ഒരു മോഡലാണ് നമ്മൾ ഏത് ക്രിപ്റ്റോഗ്രഫി ഏതൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്താലും നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഹിയർ ഇവിടെ നോക്കുക, we have a message, we have, that means in a network, a message is sent by a sender and a receiver will be there, that will be the destination who is receiving the message. Okay, message edukanu. So the message that sent by the sender, see the left hand side of this figure, that is, see, the message is actually sent by the sender is transformed to some kind of an encrypted form or some kind of a scrambled format nattekku convert ചെയ്യുന്നു with the help of a secret information. That secret information can be some kind of a code or a key. This message is transmitted into a with the help of this secret information, the message is transformed into secure message. This secure message is transferring to the destination site through information channel vadi ayikkunnu. So this information channel is actually used by the trusted third party as well as opponentum use ചെയ്യുന്നുണ്ട്, trusted third partyയും use ചെയ്യുന്നുണ്ട്. So once this message received by the or gains or entered into the destination side, this secured message is actually in the format, is in the encrypted format or in the scrambled format. So we have to decrypt it, ille our message കിട്ടുന്ന ഇൻഫർമേഷനെ ആ സീക്രട്ട് ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് we have to somehow decrypt it and want to give the original message to the receiver or the plain text. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള സെക്യൂരിറ്റി മോഡൽ എന്ന് പറഞ്ഞാൽ, നെറ്റ്വർക്ക് സെക്യൂരിറ്റി മോഡൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് വരുന്നതിനകത്ത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ is, see this point, first one is this one. ഏതൊരു സെക്യൂരിറ്റി സർവീസ് എടുത്താലും ഈ 3 കമ്പോണൻസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് കമ്പോണൻറ്റ് is transformation of information by making use of any kind of a mathematical algorithm ഉപയോഗിച്ച് നമ്മൾ അതിനെ മാറ്റുന്നു. in order to prevent in order to avoid the opponent to decrypt it, or in order to prevent our opponent to access and to break it. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വി ആർ യൂസിങ് സം കൈൻഡ് ഓഫ് എൻ എൻക്രിപ്ഷൻ മെക്കാനിസം. ഓക്കെ, അപ്പം അതിന് ബാക്കി അതാണ് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് we have to share the secret information. That is a very critical area. We have to share that secret information between the receiver as well as the sender and the receiver. So the receiver is actually getting or gaining this secret information through the information channel, alle ആ ഇൻഫർമേഷൻ ചാനലിൽ കൂടിയാണ് ഈ സീക്രട്ട് ഇൻഫർമേഷൻ അയച്ചു കൊടുക്കുന്നത്. സോ ദീസ് സീക്രട്ട് ഇൻഫർമേഷൻ മസ്റ്റ് ബി സെക്യൂർഡ് സംഹൗ. ഏത് തരത്തിലായിരുന്നാലും നമ്മുടെ ഈ സീക്രട്ട് ഇൻഫർമേഷൻ ദാറ്റ് വി ആർ പാസിങ് ത്രൂ ദി എൻക്രിപ്റ്റഡ് ഫോമാറ്റ്, എൻക്രിപ്റ്റഡ് ഫോമിൽ കൂടി നമ്മൾ അയക്കുന്ന ആ സീക്രട്ട് കീയും കൂടി എന്ത് ചെയ്യണം, സെക്യൂർ ചെയ്തിരിക്കണം. That is one of the most critical point in the cryptography. So sharing of the secret information between the sender and the receiver, of which opponent must not have any clue. ഒരു തരത്തിലുള്ള ക്ലൂ കിട്ടും, മീൻസ് കീ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, സോ third one is there must be a trusted third party which should take the responsibility of distributing this secret information key. ഈ സീക്രട്ട് ഇൻഫർമേഷനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തിരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനകത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മേജർ റെസ്പോൺസിബിലിറ്റി ഈ ട്രസ്റ്റഡ് തേർഡ് പാർട്ടിക്ക് ഉണ്ട്. Okay, these are the 3 important points that you should be noted. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മിസ് ഔട്ട് ചെയ്യരുത്. And using the above model or this figure or the network security model, we require the following 4 important contents. That is, first we have to design a algorithm.
okay, in order to transform our messages into secure format. അതിനകത്തേക്ക് മാറ്റാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു അൽഗരിതം വേണം. സെക്കൻഡ് വൺ ഈസ് വി ഹാവ് ടു, എല്ലാം നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. സെക്കൻഡ് വൺ ഈസ് വി ഹാവ് ടു യൂസ് ദ സെക്യൂരിറ്റി ഇൻഫർമേഷൻ ഓർ കീ in order to use with that algorithm. And the third one is develop methods to distribute and share the secret information. നമ്മൾ ഈ അയച്ചു കൊടുക്കുന്ന സീക്രട്ട് കീനെ നമ്മൾക്ക് ഈ സെൻഡറിനും റിസീവറിനും കൊടുക്കണം. അപ്പം വി ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ്. സോ വി ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ഇൻ എ വെരി സെക്യൂർ മാനർ, so that we have to implement some kind of a method in order to secure it. അത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മെത്തേഡ് അവിടെ യൂസ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഇസ് the sender and the receiver want to use the same protocol for the transformation. ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷനും സീക്രട്ട് ഇൻഫർമേഷനും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നു, ബട്ട് ബോത്ത് ദ യൂസർ വാണ്ട് ടു യൂസ് ദ സെയിം പ്രോട്ടോക്കോൾ. ഒരാളൊന്നും വേറൊരു പ്രോട്ടോക്കോളും യൂസ് ചെയ്തിട്ട് കാര്യമില്ല. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ഈ മോഡൽ വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. 4 കണ്ടൻസുകൾ. ഈ 3 ആസ്പെക്ട്സും in our network security model, if our network security model wants to work properly, we need these 4 contents. Okay, അപ്പം ഇത്രയും മതി. ഈ നെറ്റ്വർക്ക് ആക്സസ് സെക്യൂരിറ്റി മോഡൽ നമ്മൾ പറയുന്നത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി മോഡൽ ടു സെക്യൂർ, നമ്മുടെ സിസ്റ്റത്തിനെ എങ്ങനെ നമുക്ക് സെക്യൂർ ചെയ്യാം എന്നുള്ള രീതിയാണ്. ഇവിടെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു അപ്പോണൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇൻഫർമേഷൻ ചാനലുണ്ട്. ഈ അപ്പോണൻറ്റ് ഈ ഇൻഫർമേഷൻ ചാനലിനെ യൂസ് ചെയ്യുന്നു, ബട്ട് ഇൻ ദ സൈഡ് ഓഫ് ഈ പറയുന്ന എന്താണ് റിസീവർ സൈഡിൽ വന്നിട്ട് ഒരു ഗേറ്റ് കീപ്പർ ഫംഗ്ഷനെ വെക്കുന്നു. ഈ ഗേറ്റ് കീപ്പർ എന്താ ചെയ്യുന്നത്, നമ്മുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡൊക്കെ കൊടുത്തിരിക്കും. അപ്പോൾ നമ്മുടെ സെക്യൂർ ആയിട്ടുള്ള ഒരാൾ, ഒരു അത്തറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കയറും. അതല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിറ്റ് ഡിഫിക്കൽട്ട്. അതിനെയാണ് നമ്മളവിടെ നെറ്റ്വർക്ക് ആക്സസ് സെക്യൂരിറ്റി മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി മോഡലാണ്. 2 ways to secure your system from അറ്റാക്കറിൽ നിന്നും നമുക്ക് എങ്ങനെ, ഒന്ന് ഗേറ്റ് കീപ്പർ ഫംഗ്ഷൻ, ഒന്ന് ഇൻ്റർനെറ്റ് കൺട്രോൾ വിച്ച് വുഡ് ഡിറ്റക്ട് ദ അൺവാണ്ടഡ് യൂസർ trying to access the system by analyzing system. അതായത് ആൻറ്റിവൈറസ് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാം. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് our network security model and the security mechanisms. So far we completed security, what is cryptography, what is cryptology. ഓക്കെ, അത് രണ്ടും നമ്മൾ നോക്കി. പിന്നെ വന്നത് ബട്ട് ക്രിപ്റ്റോളജി എന്ന് വിളിക്കണം എന്നുകൊണ്ട് നമ്മൾ പറഞ്ഞു ക്രിപ്റ്റ് അനാലിസിസ് അല്ലെങ്കിൽ ക്രിപ്റ്റ് അനാലിസ്റ്റിങ്ങിൻ്റെ ഇൻവോൾവ്മെൻറ്റും കൂടെ ആകുമ്പോഴാണ് നമ്മളവിടെ കംപ്ലീറ്റ് ക്രിപ്റ്റോളജി എന്ന് വിളിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു CIA ട്രയാഡ് നിങ്ങളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. അത് മസ്റ്റ് ചിലപ്പോൾ ചോദിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എവിടെ വേണമെന്തെങ്കിലും ക്രിപ്റ്റോഗ്രഫി ചോദിക്കുമ്പോൾ എന്താണ് വാട്ട് ഇസ് CIA ട്രയാഡ് എന്ന് ചോദിക്കാം. C ഈസ് നത്തിങ് ബട്ട് കോൺഫിഡൻഷ്യാലിറ്റി. നമ്മളിത് ഇത്രയും പറഞ്ഞു പോയപ്പോൾ എല്ലാം പറഞ്ഞ ടേമാണ്. I മീൻസ് ഇൻറ്റഗ്രിറ്റി ആൻഡ് A മീൻസ് അവൈലബിലിറ്റി. അവൈലബിലിറ്റി ഈസ് നത്തിങ് ബട്ട് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് വരാൻ പാടില്ല. അപ്പോൾ ഇത്രയും ഈ 3 കാര്യങ്ങളും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അവിടെ നമ്മൾ പഠിച്ച OSI എന്താണ് ഒരു ആർക്കിടെക്ചർ നമ്മൾ പഠിച്ചു. ആ ആർക്കിടെക്ചറിനകത്ത് വരുന്ന 3 കാര്യങ്ങളാണ് സെക്യൂരിറ്റി അറ്റാക്ക്, പിന്നെ വന്നത് സെക്യൂരിറ്റി സർവീസസ്, ദെൻ കംസ് ദ സെക്യൂരിറ്റി മെക്കാനിസംസ്. ഈ 3 കാര്യങ്ങൾ പഠിച്ചു. ഈ 3 കാര്യങ്ങളിലും ഡീറ്റെയിൽ ആയിട്ടുള്ള സബ് കാറ്റഗറീസ് നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പഠിച്ചത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി മോഡൽ വിച്ച് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. ഈ 2 പോർഷനിൽ നിന്നും യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ക്ലാസിക്കൽ എൻക്രിപ്ഷൻ മോഡൽസ് വരികയാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ട്രാൻസ്പോസിഷൻ ആയിട്ട് നമ്മൾ കുറച്ച് മാത്തമാറ്റിക്കൽ അപ്രോച്ച്, അതായത് കുറച്ച് വർക്കൗട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.